നമസ്കാരം. എന്തൊക്കെയല്ലേ നമ്മളെ നാട്ടിൽ കാണുന്നത്. വല്ലാത്തൊരു വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു അനുഭവം, വല്ലാത്തൊരു എന്താ പറയാ, പറയാൻ പറ്റാത്തൊരു കണ്ടീഷൻ. ഒരു ഭാഗത്ത് പീഡനം, ഒരു ഭാഗത്ത് പോലീസുകാരടിക്കല്. ഏഹ്, എങ്ങോട്ടാണ് നമ്മുടെ ഈ കേരളം പോണ പോക്ക്? അതാ മനസ്സിലാവാത്തത്. നമ്മള് എന്താ പറയാ, സമൂഹത്തില്, പബ്ലിക്കില് മാന്യനെന്ന് കണക്കൂട്ടുന്ന ആളുകളെ, ഇപ്പൊ നമ്മളെ മറ്റേ ഫിലിപ്പ്, ഇയാള് എന്താ പറയാ, ഒരുപാട് മോട്ടിവേഷൻ ഭാഗത്ത്, മോട്ടിവേഷന്റെ രീതിയില് ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് എല്ലാരെ അടുത്തും വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്ന ഈ ഫിലിപ്പ്, അവസാനം അയാളുടെ ആ ഒരു നീചമുഖം നമ്മൾ കണ്ടു, അല്ലേ? എങ്ങനെ നമ്മൾ വിശ്വസിക്കും ആളുകളാ? ആരാണ് ഇതിൽ നല്ലത്? ആരാണ് നല്ലത്? എങ്ങനെ വിശ്വസിക്കും? കാരണം ഞാനൊക്കെ ഒരുപാട് ബഹുമാനിച്ച ഒരാളാണ് ഈ ഫിലിപ്പ് അമ്പാട് എന്ന് പറഞ്ഞ ആള്. കാരണം അയാൾ ഒരുപാട് മോട്ടിവേഷൻ ഞാൻ കേൾക്കാറുണ്ട്. കാരണം ലഹരിക്ക് എതിരായിട്ടും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്കും നമുക്ക് പ്രചോദനം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഓരോ മോട്ടിവേഷനിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഉള്ളിൽ ഇങ്ങനെ ക്രിമിനൽ വളർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുമ്പോൾ വളരെയധികം വിഷമാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇന്നിപ്പോ ന്യൂസിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വളരെ കൂടുതൽ കാണിക്കുന്ന ഇന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കാരാണ് ഒരു പോലീസുകാരനെ വളഞ്ഞിട്ട് ചെറുപ്പക്കാരായ ആളുകൾ അടിച്ചു എന്നുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പോലീസുകാർ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ പോലത്തെ ആളുകൾ തന്നെയാണ്, അല്ലേ? എനിക്കൊരുപാട് കൂട്ടുകാരന്മാർ പോലീസുകാരുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഈ ക്രിമിനലാക്കി എടുക്കുന്ന പോലീസുകാർ എവിടുന്ന് വന്നു? ഇവര് എന്തിനാണ് ഈ എന്താ പറയാ, നല്ല പോലീസുകാരൊക്കെ ചീത്ത പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സേനയിൽ നിർത്തുന്നത് ഗവൺമെന്റ്? ഇവര് മനസ്സിലാക്കി. ഇപ്പൊ നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒന്നുമല്ലല്ലോ, ഒരുപാട് പോലീസുകാരുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ ക്രിമിനൽ സ്വഭാവങ്ങൾ കൂടെ നിൽക്കുന്ന പോലീസുകാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മേലുദ്യോഗസ്ഥരോട് പറഞ്ഞാൽ അവർ അതിൽ നിന്ന് സേനയിൽ നിന്ന് പിരിച്ചുവിടണം. അല്ലാതെ ചെറുപ്പക്കാരേക്കുന്ന് അടി വാങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം ഇവര് ഇപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാം, ആ ഒരു ന്യൂ ഇയറിന് അന്ന് പോലീസുകാരൻ ആ ചെറുപ്പക്കാരനെ അടിക്കുന്ന അടി നമുക്ക് മനസ്സ് പൊട്ടിപ്പോവും. വളരെയധികം ക്രൂരതയല്ലേ കാണിക്കുന്നത്. ആ അടി കാരണം അവനിങ്ങനെ മരിച്ചു പോയാല് അവന്റെ അച്ഛനും അമ്മേനും ഈ പോലീസുകാരൻ വെച്ചുകൊടുക്കുവോ? എന്ത് കാര്യത്തിലാണ് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു അമ്മ വെയിത്തലെടുന്ന് പറയുന്നുണ്ട്, ആ ഒരു വിഷമം ആ പോലീസുകാരൻ അവൻ പുച്ഛിച്ച് കളഞ്ഞിട്ടാണ് ആ പോലീസുകാരൻ പോയത്. പക്ഷേ ഇത് നമ്മളറിവില് ഒരുപാട് നല്ല പോലീസുകാരുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന. എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപദേശിച്ച് ഇത് മാറ്റിയിരുത്തിയിട്ട് ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന പോലീസുകാർ ഒരുപാടുണ്ട്. ഇപ്പൊ ഈ ഒരു പോലീസുകാരനെ നാട്ടിൽ പോലും അഭിപ്രായമില്ല. സ്വന്തം നാട്ടിൽ നാട്ടുകാർക്ക് വരെ അവനെ വെറുപ്പാണ്. അതേ സ്ഥാനത്ത് എന്ത് സംഭവിച്ച ഈ പോലീസുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ കാലയളവ് 60 വയസ്സ് 55 വയസ്സൊക്കെ അല്ല. ഇത് കഴിഞ്ഞ് റിട്ടയർമെന്റ് ചെയ്ത് സ്വന്തം നാട്ടില് നാട്ടുകാരെ ചങ്ങായിമാരെ കൂടെ നിൽക്കണ്ടേ? ഇവരെ കൊണ്ടുപോയിട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമല്ലേ? ഇനിയിപ്പോ ഞാൻ വേറെ കാര്യം പറയാം. നമ്മളെ നാട്ടിലിപ്പോ ഒരു പോലീസുകാരുണ്ടെങ്കിൽ നമ്മളെ പോലീസുകാരാ നമ്മളെ നാട്ടിൽ വന്ന് തൊടാൻ നമ്മൾ സമ്മതിക്കൂല. കാര്യം നമ്മൾ നാട്ടുകാർ ഇടപെടും. നമ്മൾ തൊടാൻ സമ്മതിക്കൂല. ഇനി അവനാരെ തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കൂല. കാരണം നമുക്ക് അത്ര സ്നേഹം ബഹുമാനം അവരോട്. കാരണം എന്താണ്, അവർ നമ്മളോടുള്ള പെരുമാറ്റമാണ് അതിന്റെ മെയിൻ കാരണം. നമ്മുടെ ഹെൽപ്പിങ് കാര്യം മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരിക. ഒരുപാട് പോലീസുകാർ എൻ്റെ അറിവിലുണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ ഈ പോലീസുകാർ ഒരിക്കലും കുറ്റം പറയില്ല. നമ്മളെ പോലീസ് സേനയിലുള്ള ആളുകൾ പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യരാ, മനസ്സാക്ഷിയുള്ള ആളുകളാ. പക്ഷെ ഇവർ ക്രിമിനലുകൾ ചില ആളുകളുണ്ട്. അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിക്കോട്ടെ. എന്തായാലും മനുഷ്യന്മാരോട് തമ്മിലല്ലേ നമ്മൾ ഈ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും എന്താ പറയാ, പോലീസുകാര് പൊതുജനത്തിൻ്റെക്കുന്ന് തിരിച്ചടി വാങ്ങുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് ഇതില് നിങ്ങൾക്ക് എന്താ പറയാ, പോലീസുകാർക്ക് തന്നെ കൗൺസിലിങ്ങിന്റെ ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ പോലീസുകാര് വരലുണ്ട്, ഒരു പ്രഷർ കുറഞ്ഞിട്ടാനും ടെൻഷൻ മാറാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതെന്താണ്? സ്ട്രെസ്സാണ്. അവർക്ക് മുകളിൽ നിന്ന് വരുന്ന സ്ട്രെസ്സാണ് ഇതിന്റെ മെയിൻ കാരണം. അവരെ ഡ്യൂട്ടീൻ്റെയും ഞാനൊക്കെ എന്താ പറയുക, റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയിട്ടുണ്ട്. പല ടൈമിലും പല സമയത്തും എനിക്ക് പോലീസുകാരെ കാണുമ്പോൾ സഹതാപവും വിഷമമാണ്. ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന പോലീസുകാരെ കാണുമ്പോൾ, കാരണം അവരൊക്കെ ആ വെയിൽ കൊണ്ടിട്ട് ഇങ്ങോട്ട് ഇരുണ്ടിട്ടുണ്ട്. ഏഹ്
അപ്പൊ അവരുടെ ആ കുടുംബം, ആ ഫാമിലി, ഭാര്യനെയും മക്കളെയും അമ്മേനെയും വേണ്ടപ്പെട്ട ആളുകളെ ജോലി എടുത്ത് കഷ്ടപ്പെട്ടിട്ട് അവർക്ക് തിന്നാൻ കൊടുക്കാനാണല്ലോ ഈ വെയിൽ കൊണ്ടത് ഈ പാവങ്ങള്. വളരെയധികം എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരുപാട് പോലീസുകാരെ നമ്മളെ കോഴിക്കോട് ടൗണിന്ന് അതേപോലെ ഓരോ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ വളരെ സങ്കടം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് അതിൽ ക്രിമിനലുകളുണ്ട്. കാരണം എന്ന് വെച്ചാല് എന്താ പറയാ, ഓരോ മനുഷ്യന്മാരുടെയും സ്വഭാവ രീതിയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് ദയവ് ചെയ്ത് പോലീസുകാര് ഒരിക്കലും എന്താ പറയാ ഈ പബ്ലിക്കിൻ്റെയൊക്കെ അടി വാങ്ങരുത്. കാരണം നിങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാണ്, ബഹുമാനിക്കാണ്. അത് എന്തിനാണ്? നമ്മളെ ജീവനും നമ്മളെ സ്വത്തിനും സുരക്ഷ നൽകുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾ നമ്മളെ വടിയെടുത്ത് അടിക്കാൻ കൊല്ലാൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അവസ്ഥ? അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ. ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ പിടിച്ചുപറി അല്ലെങ്കിൽ എന്താ പറയാ കുറ്റകൃത്യങ്ങൾ ചെയ്തു വരുന്ന നിങ്ങൾ പെരുമാറണം. അതിനാണ് പോലീസുകാർ. അതിന് നിയമപരമായിട്ട് നിങ്ങൾ പെരുമാറണം. കാരണം മറ്റുള്ളവൻ ഒരടുത്തനെ പാവപ്പെട്ടവന്റെ മാല പൊട്ടിച്ച് അല്ലെങ്കിൽ അവനെ അടിച്ച് അതൊക്കെ അവൻ വേദന സഹിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഇവർ കൊടുക്കണം. അല്ലാണ്ട് ഈ ഒന്നും അറിയാത്ത പാവങ്ങൾ നിങ്ങൾ പാർട്ടി CPM-ഓ അതല്ലെങ്കിൽ SFIയോ DYFIയോ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസിനോ UDF-ഓ ഏതെങ്കിലും ആയിക്കോട്ടെ, പാർട്ടി വേറെ വിഷയം. പക്ഷെ മനുഷ്യത്വം, നിങ്ങൾ അടിക്കുന്ന ഈ വീഡിയോ റെക്കോർഡ് അവരെ അമ്മയും അച്ഛനും മാതാപിതാക്കൾ കാണുമ്പോൾ എത്രത്തോളം മനസ്സ് പൊട്ടി കാണും അത് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഒരിക്കലും എനിക്ക് പറയാനുള്ളത് പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബഹുമാനിക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് പോലീസുകാരൻ. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ സേനയിൽ നിൽക്കുന്നത്, നമ്മളെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും പബ്ലിക് ജനങ്ങൾ ഒരിക്കലും നമ്മൾ പോലീസുകാരെ നമ്മൾ മേത്ത് കൈ വെക്കരുത്. കാരണം അത് നമ്മളുടെ ഒരു ബഹുമാനം, ഒരു റെസ്പെക്റ്റാണ്, അവരോടുള്ള ഒരു ബഹുമാനം. എന്തുകൊണ്ടാണ്? നമ്മളെ നാട്ടിലും സ്വത്തിനുള്ള ആളുകൾ, അവകാശമുള്ള ആളെ നമ്മൾ തിരിച്ചടിക്കാൻ പാടില്ല, ഒരിക്കലും അടിക്കരുത്. പക്ഷെ ഈ പോലീസുകാരൻ ചെയ്തത് ശരിയല്ല എന്നുള്ളതാണ് 100ൽ 200 പ്രാവശ്യം പറയുന്നത്. ആ പിള്ളേരും ആ അമ്മേൻ്റെ മനം നൊന്നിട്ടായിരിക്കും ഒരു പക്ഷേ ആ മാളിലിട്ടിട്ട് ആ പോലീസുകാരനെ തിരിച്ചടിക്കാൻ കാരണം. അവരുടെ പേരിൽ നിങ്ങൾ കേസെടുക്കല്ല വേണ്ടത്. ഈ പോലീസുകാരനെ, ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാരെ സേനന്ന് ഒഴിവാക്കണം. ഇവിടെ എത്ര ചെറുപ്പക്കാർ ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്. എല്ലാം പാസ്സായിട്ട് PSCയിൽ എല്ലാം ക്ലിയർ ആയിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ട് ഇവിടെ. നിങ്ങൾ അവർക്ക് ജോലി കൊടുക്കി. ഈ സേനയിൽ വേണ്ടാത്ത ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പുതിയ ആളുകൾക്ക് ജോലി കൊടുക്കി. അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ക്രിമിനലുകൾ വളരാൻ അയക്കരുത്. അവർ എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പേരിൽ ആരെയും കംപ്ലൈന്റ് എന്നുണ്ടെങ്കിൽ പിടിച്ച് നിങ്ങൾ സേനയിൽ നിന്ന് പുറത്താക്കിയിട്ട് ജയിലിൽ അടക്കണം, ഏത് പോലീസാണെങ്കിലും. പക്ഷെ നല്ല പോലീസുകാരുണ്ട്. ഒരു 100 പോലീസുകാരെടുത്താൽ അതിൽ 5 ക്രിമിനലുകളാണ്. എന്നാൽ 95 പേര് പോലീസുകാരും നല്ല മനുഷ്യന്മാരാണ്. നല്ല മനുഷ്യന്മാരാണ്, മനുഷ്യത്വമുള്ളവരാണ്. അവരെ കുടുംബം പോറ്റാനാണ് അവരെന്ത് ചെയ്യണത്, ഈ ജോലി എടുക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല പോലീസുകാരെ പറയിപ്പിക്കുന്ന ക്രിമിനൽസുകളെ സേനയിൽ നിന്ന് ഗവൺമെന്റ് നിർബന്ധമായിട്ട് മാറ്റണം. അത് നമ്മുടെ എന്താ പറയാ ആഭ്യന്തരത്തിന്റെ ഒരു ഫാൾട്ടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഭരണത്തിനെങ്കിലും നമ്മൾ നല്ലത് തിരഞ്ഞെടുത്തിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ആളുകളെ നമ്മൾ വിജയിപ്പിച്ചെടുക്കണം. രാഷ്ട്രീയം പറയില്ല, രാഷ്ട്രീയം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ദയവ് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് കാണട്ടടോ, എല്ലാവരും ഇത് കേൾക്കട്ടടോ. നമ്മൾ മനുഷ്യരല്ലേ. മതം ആരുണ്ടാക്കി? രാഷ്ട്രീയം ആരുണ്ടാക്കി? ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയത് തന്നെയാണ്. എന്തിന്? സ്വന്തം ഗുണത്തിനും വേണ്ടിയിട്ട്, അല്ലേ? അതല്ലാതെ വേറെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ മനുഷ്യൻ ഒന്നാണ്, നമ്മൾ ഒന്നാണ്. പാർട്ടി എന്തെങ്കിലും ആവട്ടെ, മതം എന്തെങ്കിലും ആവട്ടെ, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്നത് ബ്ലഡാണ്, ചുവപ്പ് കളറാണ്, അല്ലേ? ആ ഒരു ബ്ലഡിനെ നമ്മൾ ബഹുമാനിക്കുക. അതിൽ പോലീസുകാരും പട്ടാളും സാധാരണക്കാരും എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.